എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ബൈപ്പോളായ വിചിത്ര ചരിത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. എറണാകുളത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ട ആളാണ് ഇടതു നേതാവും പ്രമുഖ അഭിഭാഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. 3 തവണ ലോക്സഭയിലെത്തിയപ്പോൾ അതിൽ 2ഉം ഒരിക്കൽ നിയമസഭയിലേക്കും അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ജയിച്ചു കയറിയത്. 1996 പൊതുതെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി ചാരക്കേസിൽ പൂശിയെടുത്ത പ്രൊഫസർ KV തോമസിന്റെ എതിരാളി മുൻ എംപിയും കോൺഗ്രസുകാരനുമായിരുന്ന സേവ്യർ അറക്കലായിരുന്നു. അദ്ദേഹത്തിന്റെ ആകസ്മിക മരണത്തെ തുടർന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആദ്യമായി ഗോദയിൽ ഇറങ്ങുന്നത്. 1997 നടന്ന ആ ഉപതെരഞ്ഞെടുപ്പിൽ ആന്റണി ഐസക്കിനെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയത്. വോട്ടെണ്ണിയപ്പോൾ സെബാസ്റ്റ്യൻ പോൾ 24,317 വോട്ടുകൾക്ക് വിജയം സ്വന്തമാക്കി. 2003 വീണ്ടും എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നു. ഇത്തവണ കോൺഗ്രസ് MP ജോർജ് ഈഡന്റെ മരണമാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കൊടുവിൽ ഐ ഗ്രൂപ്പിന്റെ സീറ്റായിരുന്ന മണ്ഡലത്തിൽ ആലുവ മുനിസിപ്പൽ ചെയർമാനായിരുന്ന എ ഗ്രൂപ്പുകാരൻ MO ജോണിനെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കി. ഇടതുമുന്നണി വീണ്ടും സെബാസ്റ്റ്യൻ പോളിനെ തന്നെ കച്ചകെട്ടിച്ചു. അങ്കത്തട്ടിൽ 18 അടവുമായി IA ഗ്രൂപ്പ് യുദ്ധം മുറുകിയപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് അധികം വിയർപ്പൊഴുക്കേണ്ടി വന്നില്ല. MO ജോണിനെയും അതുവഴി മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയെയും തോൽപ്പിക്കാം എന്ന് കണക്കുകൂട്ടിയ ഐ ഗ്രൂപ്പ് മൂപ്പനായ K കരുണാകരനും ഇളമുറക്കാരും പരസ്യമായും പരമരഹസ്യമായും ഇടതു സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നമായിരുന്ന ടെലിവിഷൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ടെലിവിഷൻ ഇന്ദിരാജി കൊണ്ടുവന്നതാണെന്നും എല്ലാവരും വീട്ടിൽ പോയി ടെലിവിഷൻ കാണണം എന്നും കൂടി കരുണാകരൻ കണ്ണിറുക്കി പറഞ്ഞപ്പോൾ ഐ ഗ്രൂപ്പുകാർക്ക് എല്ലാം സുവ്യക്തമായി. അത് ഫലത്തിലും പ്രതിഫലിച്ചു. ജോർജ് ഈഡൻ 1,11,305 വോട്ടിന് ജയിച്ച മണ്ഡലം 22,132 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും സെബാസ്റ്റ്യൻ പോൾ സ്വന്തമാക്കി. ഇടതുമുന്നണി സംസ്ഥാനത്ത് 18 സീറ്റുകളും നേടിയ 2004 പൊതുതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായി. ഇത്തവണ K കരുണാകരന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്ന എഡ്വേർഡ് എടയേഴത്തിനെയാണ് അദ്ദേഹം അടിയറവ് പറയിച്ചത്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും എടയെഴുത്ത് പിന്നിലായപ്പോൾ സെബാസ്റ്റ്യൻ പോളിന്റെ ഭൂരിപക്ഷം 70,099 വർദ്ധിച്ചു. അങ്ങനെ ഒടുവിൽ സെബാസ്റ്റ്യൻ ബൈപ്പോളിൽ നിന്ന് സെബാസ്റ്റ്യൻ ഒറിജിനൽ പോളായി. ലോക്സഭയിൽ ഒടുവിൽ ഒറിജിനൽ പോളായി തിളങ്ങിയ സെബാസ്റ്റ്യൻ പോൾ ആദ്യമായി കേരള നിയമസഭയിലെത്തിയതും ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായി എറണാകുളത്തെ MLA ആയിരുന്ന ജോർജ് ഈഡൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 1998 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ലിനോ ജേക്കബ് ആയിരുന്നു എറണാകുളത്തെ എതിരാളി. വളരെ കാലം എറണാകുളത്തെ MLAയും മന്ത്രിയുമൊക്കെ ആയിരുന്ന AL ജേക്കബിന്റെ മകനായിരുന്നു ലിനോ ജേക്കബ്. പക്ഷേ അപ്പനെ പോലെ മകന് വിജയം കണ്ടെത്താനായില്ല. 3,940 വോട്ടുകൾക്ക് ലിനോയെ തോൽപ്പിച്ച് കോൺഗ്രസ് തട്ടകത്തിൽ സെബാസ്റ്റ്യൻ പോൾ വീണ്ടും ചുവപ്പ് പതാക പാറിച്ചു. മത്സരിച്ചു ജയിച്ചതിൽ അധികവും ഉപതെരഞ്ഞെടുപ്പുകളായതിനാൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തമാശയായി സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ സെബാസ്റ്റ്യൻ ബൈപ്പോൾ എന്നാണ്. ഇത്രയേറെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റൊരു നേതാവും രാജ്യത്തു തന്നെ ഉണ്ടാകുമോ എന്ന കാര്യവും സംശയമാണ്. മറ്റൊരു കഥയുമായി വീണ്ടും നാളെ.